ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, വളരെ പ്രധാനപ്പെട്ടതാകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നേക്കുന്നത് കേട്ടോ. എന്താ സംഗതി എന്നൊന്ന് നോക്കിയിടാം. ഈ അടുത്തിടയ്ക്ക്, അതായത് നമ്മുടെ ജൂലൈ മാസം 1-ാം തീയതി ആയിരുന്നു അവസാന ഡേറ്റ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മാസം 1-ാം തീയതി ആയിരുന്നു. കാറ്റഗറി നമ്പർ നോക്കിയേ 26/2026. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എഴുതാം. ഹെവി ലൈസൻസ് ഒക്കെ വേണമെന്നുള്ളതാകുന്ന മാനദണ്ഡവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയത് പഠിച്ച ഡിപ്ലോമയ്ക്ക് മുകളിലേക്ക് എന്ന വണ്ണം നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നതായിരുന്നു അതിൻ്റെ മാനദണ്ഡം. അത് മാത്രമല്ല, ഈ ഒരു പരീക്ഷ കഴിഞ്ഞ തവണ നടത്തിയപ്പോൾ അതിൽ 156ഓളം വരുന്ന ആളുകൾക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. അതായത് 156 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. എങ്കിൽ ഇത്തവണ ഈ പരീക്ഷ നടക്കുമ്പോഴും ഏറ്റവും കുറഞ്ഞത് ഒരു 100-ന് മുകളിൽ എന്ന് നമുക്ക് ഒന്ന് ഉറപ്പിക്കാമല്ലോ. ആണ് എത്ര പേരാണെങ്കിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുവാൻ എന്ന വണ്ണം അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നൊന്ന് നോക്കേണ്ട. വെറും എത്ര പേര്? ഒരു 9,957 പേര് മാത്രം. ഒന്ന് ആലോചിച്ചേ, വെറും 9,957 പേര് മാത്രം. അത്രയും എണ്ണം ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മറ്റ് പരീക്ഷകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേ. 1,00,000-ഓളം വരുന്ന ആളുകൾ പരീക്ഷ എഴുതുന്നു. അതിൽ ഒരു 70-80 അല്ലെങ്കിൽ ഒരു 100-180ഓളം നിയമനം നടക്കുന്നു, അല്ലെങ്കിൽ 150ഓളം അഡ്വൈസുകൾ പോകുന്നു. കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോമ്പറ്റീഷൻ കുറവുള്ള, അത്യാവശ്യം നല്ലതാകുന്ന പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാനാകുന്നതായ ഒരു പരീക്ഷ, വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു പരീക്ഷ, അതാണ് മക്കളെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നതാകുന്ന പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 100 മാർക്കിൻ്റെതാകുന്ന ചോദ്യപേപ്പറിനകത്ത് ഏതൊക്കെയാകുന്ന മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി ഒരു ധാരണയുണ്ടാക്കാൻ വേണ്ടി ആ സിലബസ് ഒന്ന് എടുത്തു നോക്കണം. ഒപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒന്ന് എടുത്തു നോക്കണം. ഏത് ലെവലിലാണ് ഇപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? അതിൽ നിന്ന് ചെറുതാകുന്നൊരു വ്യത്യാസം ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാൽ പോലും നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നതായ ലെവൽ ഓഫ് എക്സാം തന്നെയാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും ആളുകളെ ഉള്ളൂ. അപ്ലൈ ചെയ്ത ആളുകൾ ഇനി ഒരുപാട് വൈകിപ്പിക്കേണ്ട. നാളെ മുതൽ, അല്ലെങ്കിൽ ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സ്പോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠനം അങ്ങോട്ടേക്ക് ആരംഭിക്കുക. എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. ഏറ്റവും നല്ലതാകുന്ന രീതിയിൽ തയ്യാറെടുപ്പ് നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ കൂടുതലാകുന്ന ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടതായ അറിവുകൾ ഞാൻ ഇനി അങ്ങോട്ടേക്കുള്ളതാകുന്ന വീഡിയോകളിലേക്ക് കൊണ്ട് എത്തിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.